അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പോൾ നമ്മുടെ ഷാഫി ചാലിയത്തിന്റെ കുറച്ച് സംശയങ്ങൾ നമുക്ക് തീർത്തു കൊടുക്കാം. തെറ്റിദ്ധാരണ മാറ്റി, അത്രയും മാത്രമേ ഉദ്ദേശമുള്ളൂ. അപ്പൊ അദ്ദേഹം അല്ല, മാറിയ കാലത്ത് ഓരോരുത്തർക്കും മാറ്റം ഉണ്ടായിട്ടുണ്ട്. 89 കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഭാഷയല്ല ഇന്നത്തെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ. എല്ലാവരും ഉൾക്കൊണ്ട് പോകണമെന്നാണ് പറഞ്ഞു അദ്ദേഹം നടത്തിയ യാത്ര. ആ യാത്രയിൽ ഖലീൽ ബുഖാരി തങ്ങൾ യാത്രയുടെ തലേദിവസം എല്ലാ ജില്ലയിലും വാർത്താ സമ്മേളനം നടത്തി. ആ ജില്ലയിലെ മനുഷ്യരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാര നിർദ്ദേശങ്ങളും. ഒരു മുസ്ലിം മതസംഘടന നടത്തിയ യാത്രയിൽ എല്ലാവിധ ജനവിഭാഗങ്ങളും അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രശ്നങ്ങളും അതിന്റെ പ്രായോഗികപരമായ പരിഹാര നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചാണ് 14 ജില്ലയെയും പഠിച്ചാൽ പോയത്. നല്ല കാര്യമല്ലത്? വളരെ നല്ല മാറ്റമല്ല അത്? ഒരു മുസ്ലിം മതസംഘടന സമൂഹത്തിലെ മനുഷ്യരിൽ എല്ലാ വിഭാഗവും അനുഭവിക്കുന്ന ദുരന്തങ്ങൾ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുന്നു, അതിനുള്ള ഫലപ്രദമായ പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നു, എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും വിളിച്ചു വരുത്തുന്നു, അവരുമായി സൗഹൃദം ഉണ്ടാക്കുന്നു, ആരെയും പുറത്തു നിർത്തുന്നില്ല. അത്തരത്തിൽ ആശയമായി വരുമ്പോൾ ആ ആശയത്തോട് അതൊരു സന്തോഷമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഷാഫിക്ക് പറയാണ് 89 കാന്തപുരം അല്ല, കാന്തപുരത്തിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്ന്. എന്റെ പൊന്നാര സുഹൃത്തെ, കാന്തപുരത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല, ഒരു ഇഞ്ച് പോലും. അന്ന് എന്ത് നിലപാടിന്റെ പേരിലാണോ 89 ഇറങ്ങിപ്പോരേണ്ടി വന്നത്, ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച്, അര ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല. വഹാബിസത്തെ, പുത്തൻവാദികളെ എതിർക്കാൻ വേണ്ടി തന്നെയാണ് സമസ്ത ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് സമസ്തയുടെ പ്രഖ്യാപിത നയം. അതിൽ ഉറച്ചുകൊണ്ട് തന്നെയാണ് അന്നും ഇന്നും എന്നും സമസ്ത മുന്നേറുന്നത്. പിന്നെ മാറ്റം വന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ, നല്ലതാണ്, പ്രശംസനീയമാണ്. മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ പറയുന്നത് എപിക്കാർക്കാണ് മാറ്റം വന്നത്. സത്യത്തിൽ മുസ്ലിം ലീഗിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. 10 വർഷം ഓപ്പോസിറ്റ് ഇരിക്കേണ്ടി വന്നപ്പോൾ വന്ന മാറ്റമായിരിക്കാം ഒരു പക്ഷെ, മനുഷ്യനല്ലേ. അപ്പോൾ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലുള്ള നിങ്ങളും ഇപ്പോൾ സംസാരിക്കുന്ന നിങ്ങളും തമ്മിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വിശകലനം ചെയ്യാം. എന്നിട്ട് പറയാം, നിങ്ങൾക്കാണോ മാറ്റം വന്നത്, എപിക്കാർക്കാണോ മാറ്റം വന്നത് എന്ന്. പിണറായി വിജയൻ ഇമാമും കാന്തപുരം മോമും ഒന്നാം സഭയിൽ കാന്തപുരം എന്താ ചോദിച്ചത്? ഇത് പറ്റൂല, ഇത് പള്ളി എന്ന് പറയാൻ പറ്റൂല. പള്ളി, അള്ളാന്റെ പള്ളി, അള്ളാന്റെ കാര്യം പറയുന്നത് ശുംഭന്മാർ, എംഭോക്കികൾ, നിങ്ങളെ പറ്റി എന്താ പറയുന്നത്? അള്ളാന്റെ പള്ളി, അള്ളാന്റെ വർത്താനം പറയുന്നത്. എടോ മതവിശ്വാസം അടിയറ വെക്കലാണത്. അള്ളാഹു നിങ്ങളെ ശപിക്കും, നിങ്ങൾ സൂക്ഷിക്കുക. പള്ളി കാന്തപുരം ഉണ്ടാക്കിയതല്ല. ഉള്ളാളെ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് പള്ളിയുണ്ട്. കാന്തപുരത്തിന് ഉമ്മാന്റെ നിക്കാൻ നടക്കുന്നതിന് മുമ്പ് ഇവിടെ പള്ളിയുണ്ട്. ഏതാ പള്ളി? അവൽ മസ്ജിദ് ഹുസിസാല തഖ്വ അല്ലേ? പിന്നെ വേറെ ചില പള്ളിയുണ്ട്, നിങ്ങൾ ഉണ്ടാക്കിയ പള്ളി. അതല്ലല്ലോ, വേറെ പള്ളി. അതിനെ ഒരു മ്യൂസിയം ആയിട്ട് കണ്ടാൽ മതി. സലാത്ത് നഗറിൽ പോയപ്പോൾ ഞാൻ അവിടെ കണ്ടുപോയി. എന്നാണ് എൻ്റെ പേര്? വൈറ്റ് ഹൗസ് എന്നാണ് അവിടെയാണ്. ഒരു ഗ്രാൻഡ് ഹൗസ് അല്ലേ? പ്രതികാരം ചോദിക്കേണ്ടിയിരിക്കുന്നു. മഹല്ലടിസ്ഥാനത്തിൽ ഇവന്റെ കഥ കഴിക്കണം. ഇസ്ലാമിന്റെ മക്കളെ, നമ്മെ ആത്മസംവരണത്തിന്റെ താരാട്ടുപാട്ട് പാടി ഉറക്കിക്കിടത്താൻ ശ്രമിക്കുന്ന ആത്മീയാചാര്യൻ എന്ന് പറയപ്പെടുന്നവരും കുന്നാലിക്കുട്ടി എന്ന കന്നാലിക്കുട്ടിയും അയാളുടെ പ്രസംഗ ശൈലി എങ്ങനെ? അതൊക്കെ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു, അതുകൊണ്ട് 1 ഇഞ്ച് പോലും പുറകോട്ട് പോകരുത്. ഒരു തുള്ളി രക്തം ഒഴിക്കാൻ ഗാലൻ കണക്കിന് രക്തം ഒഴിക്കണം. അടിക്കടി, ഇടിക്കിടി, കുത്തിന് കുത്ത്, കൊലക്ക് കൊല, രക്തത്തിന് രക്തം, ബലാത്സംഗത്തിന് ബലാത്സംഗം. ബലാത്സംഗം കൂടെ പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് സുന്നത്തായ ബലാത്സംഗം ഉസ്താദ് പറയുന്നില്ലേ? ബലാത്സംഗം ഉസ്താദ് പറയുമ്പോൾ സുന്നത്തായിരിക്കുമല്ലോ അല്ലേ? കേട്ടില്ലേ? ഇതുപോലെ ഈ പ്രസംഗത്തിൽ ഉടനീളം ഇയാൾ പച്ച കളവുകളാണ് പറയുന്നത്. ഓരോ കളവുകളും എടുത്ത് ഞാനിവിടെ കാണിക്കുന്നില്ല, കാരണം നിങ്ങളെല്ലാവരും കേട്ടതായിരിക്കും. പച്ചക്കളവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കളവുകൾ, ഒരുപാട് കളവുകൾ പറയുന്നുണ്ട്. അതുപോലെ പി ഉസ്താദിന്റെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ഈ കാറിന് 60 ലക്ഷം ഉള്ളൂ, ഇനി 1 കോടി കാർ വീട്ടിലുണ്ട്, അത് എടുത്തിട്ടില്ല, 2 കാറും കൂടെ എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. ആരെങ്കിലും അങ്ങനെയൊക്കെ പറയോ? പിന്നെ നിയമസഭയ്ക്കുള്ളിൽ ടി കെ ഹംസയുടെ ഒരു സംഭവം പറയുന്നുണ്ട്. റമദാൻ മാസം കാലത്ത് നിയമസഭയിൽ ഞാനും ടി കെ ഹംസയും കൂടെ ഇപ്പോൾ ചോറ് കഴിച്ച് വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അജ്ജത്തറാന്ന് എല്ലാവരും പാടെ ചിരിച്ചു പറഞ്ഞത്, അല്ല ചോറ് കഴിച്ചിട്ടില്ല, ടി കെ ഹംസക്ക് നോമ്പായതുകൊണ്ട് ചെറുപഴം പാലും മാത്രമേ കഴിച്ചുള്ളൂ എന്ന് തമാശ രൂപത്തിൽ പച്ച കളവ് പറയാണ്. എന്നിട്ട് ഇതൊക്കെ കേട്ടിട്ട് ഒരു കൂട്ടം മനുഷ്യരിന്ന് തെക്കുബീർ ചെല്ല. ഉസ്താദ് ബലാത്സംഗം ചെയ്തവരെ തിരിച്ച് ബലാത്സംഗം ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തെക്കുബീർ ചെല്ല. ആ തെക്കുബീർ ചെല്ലിയ മഹാഭാവങ്ങളുടെ സാധുക്കള് അവരിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിജെപിക്ക് ഭൂരിപക്ഷമുള്ള ഗവൺമെന്റ് വന്നാൽ ഭരണഘടന കട്ടാനകാരിയ കരിമ്പിൻതോട്ടം പോലെ, അല്ലെങ്കിൽ തുരങ്കന്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെ, അല്ലെങ്കിൽ കാന്തപുരത്തിന്റെ കയ്യിലെ ദീനുൽ ഇസ്ലാം പോലെ പിച്ച് ചെയ്ത് ഹലാക്കിന്റെ അവനും കഞ്ഞിയാണ്. പള്ളി ബാങ്കിലായി. ഈ പള്ളിയല്ലേ ബാങ്കിൽ വെച്ച് അല്ലേ? നിങ്ങൾ നോക്കണം എന്റെ പൊന്നാര സുഹൃത്തുക്കളെ, ഇവിടെ BJPയുടെ ഒരു കാര്യം പറയാണ്. BJPയെ പറയുമ്പോഴും അവിടെ ഇയാൾക്ക് ഉദാഹരണം കാന്തപുരം ഉസ്താദ്. കാന്തപുരം ഉസ്താദിനെ എവിടെയൊക്കെ താറടിക്കാൻ പറ്റും അവിടെയൊക്കെ കണ്ടുവെച്ച് ലീഗിന്റെ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ലീഗോ ദുനിയാവിന് വേണ്ടിയുള്ളത്, ആഖിറത്തിന് വേണ്ടിയുള്ളതല്ല, ദുനിയാവിന് വേണ്ടിയുള്ളത്. ആ മനുഷ്യൻ പള്ളി ബാങ്കിൽ വെച്ച് എന്നിട്ട് പിന്നെ ലാലല്ലാഹുവിന് പകരം പിന്നെ റഹിമല്ലാഹു പിന്നെ യൂസ്ലെസ് ഫെലോസ്. ഞാൻ അള്ളാഹുവിന്റെ ദീൻ പണയപ്പെടുത്തി ഈ കൂട്ടരോട് നമ്മൾ പ്രതികാരം ചോദിക്കേണ്ടിയിരിക്കുന്നു. മഹല്ലടിസ്ഥാനത്തിൽ ഇവന്റെ കഥ കഴിക്കണം. പ്രതികാരം ചോദിക്കേണ്ടിയിരിക്കുന്നു. മഹല്ലടിസ്ഥാനത്തിൽ ഇവന്റെ കഥ കഴിക്കണം.
മഹല്ലടിസ്ഥാനത്തിൽ ഇവന്റെ കഥ കഴിക്കണമെന്ന്. ആരുടെ? ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെയാണ് പറയുന്നത്. മഹല്ലടിസ്ഥാനത്തിൽ ഇവന്റെ കഥ കഴിക്കണമെന്ന്. ആ കല്ലായിക്കാക്ക ഇന്ന് പറയാണ് എ പി ഉസ്താദ് ഒരു സംഭവമാണ്, ഈ 100ാം വാർഷികം പ്രഖ്യാപിക്കാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും അർഹതയുള്ള ആള് എ പി ഉസ്താദാണ്, അത്രയും കഴിവുറ്റ ഒരു പണ്ഡിതനാണ്, എന്തെല്ലാമാണ്. നിർഭാഗ്യമാണ് അയാൾ പുറത്താക്കി. അല്ലെങ്കിൽ ഇപ്പോൾ സമസ്തന്റെ 100ാം വാർഷികം പ്രഖ്യാപിക്കേണ്ടത് അയാളെ. അത്ര സീനിയോറിറ്റിയുള്ള, അത്ര കഴിവുള്ള ആളാണ്. അത്ര സീനിയോറിറ്റി സമസ്തയിൽ പാരമ്പര്യം, അത്ര കഴിവും. ഇന്ന് സമസ്തയെ ഒന്നിച്ചു നയിക്കാൻ പറ്റുന്ന കഴിവുള്ളതാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് ഇവര് പറയാണ് കാന്തപുരത്തിനാണ് മാറ്റം വന്നത്. എനിക്കത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത്ര സമയമില്ലാത്ത സമയത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. വലിയ മാറ്റം ലീഗിന് വന്നിട്ടുണ്ട്. കാന്തപുരത്തിന് ഒരു ഇഞ്ച് മാറ്റം വന്നിട്ടില്ല. കാന്തപുരത്തിന്റെ നിലപാട് ശരിവെക്കുകയാണ് ഇപ്പോൾ ലീഗ്. മറ്റു സമസ്തക്കാരും എല്ലാ സുന്നികളും കാന്തപുരമായിരുന്നു ശരി എന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സമസ്തയിലേക്ക് തിരിച്ചു വരിക. മറ്റേ ചങ്ങനെ വേണ്ട കേട്ടോ, ഉള്ളാൾത്തണം. അതിനെ വേണ്ട. ശംസുലയെ തള്ളി പറഞ്ഞാലാണ് അയാൾ വേണ്ട. അതിനെ വേണ്ടട്ടോന്ന് എന്താ പറച്ചില്ല, അതിനെ വേണ്ട, ഉള്ളാൾത്തങ്ങളെ വേണ്ടാന്ന്. എടാ, സമസ്തയുടെ കാര്യം പറയാൻ ലീഗുകാരനായ കല്ലായിക്കാക്ക നിങ്ങളാരാണ്? നിങ്ങൾ ഈ സമസ്തക്കാർക്ക് ഇവർ ഇത്രയും ഫ്രീഡം വെച്ച് കൊടുത്തിട്ടാണ് AP വിഭാഗം ഇന്ന് ഇറങ്ങി പോരേണ്ടി വന്നത്. ഇപ്പോഴും സമസ്ത ഭരിക്കുന്നത് കല്ലായും ടീമാണ്. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ വീണ്ടും ജിഫ്രി തങ്ങൾ വന്നതിന് ശേഷം ചെറിയ പ്രശ്നങ്ങളും സ്വാരസ്യങ്ങളും ഈ ലീഗിന്റെ കരാളഹസ്തത്തിൽ നിന്ന് അന്ന് സമസ്തയെ മോചിപ്പിച്ചു AP ഉസ്താദ്. ഇന്ന് അത് മോചിപ്പിക്കാനൊരു ശ്രമം നടത്തുകയാണ് മഹാനായ ജിഫ്രി തങ്ങളും ഉമർ ഫൈസും ഒക്കെ. അതാണ് ഇപ്പൊ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാമാണ് പറയുന്നത് സമസ്തയെ പോയി കല്ലായിക്കൊക്കെ. അന്ന് ഒരു 5 വർഷം മുമ്പൊക്കെ പുണ്യ സമസ്ത, അങ്ങനത്തെ സമസ്ത, ഇങ്ങനത്തെ സമസ്ത, പ്രഗത്ഭരായ പണ്ഡിതന്മാര് ആനചേനത്തെ ചേമ്പും കണ്ടെന്നൊക്കെ പറയുന്ന ആള് ഇപ്പൊ പറയുന്നത് സമസ്തയാ വരട്ടെ, നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാതൃസ്ഥലത്തിന്റെ മാധുര്യം മറന്നുപോയ വർഗവഞ്ചക പരീക്ഷകളായി നിങ്ങൾ മാറരുത്. നീണ്ടുപോകും. അത് നമുക്ക് വേറെ വിഷയമായിട്ട് പറയാം. ഇപ്പൊ നമുക്ക് കല്ലായിക്കാക്കാന്റെ പഴയ പ്രതികരണം, വേറൊരു പ്രതികരണം കൂടിയാണ്. പണ്ഡിതന്മാരാണ് നമുക്ക് നേതൃത്വം വഹിക്കുന്നത്. ഇതോ ലെറ്റർ പേഡ് തന്നെ എല്ലാവരും സകലു ലെറ്റർ പേഡ് വിസിറ്റിംഗ് കാർഡ് അവർ സ്വയം കൊടുക്കുന്ന വിസിറ്റിംഗ് കാർഡ് തന്നെ അവർ സ്ഥാനപ്പേരടക്കണം. ലോകം മുഴുവൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ദുനിയാവിന്റെ അതോടെ പൂജ്യാണ്. പൂജ്യമാണ്. കാന്തപുരമുണ്ട്, നാസർ മദനിയുണ്ട്. 2ാം സമസ്തയും വഴി പോയി, 3ാം മുന്നണി വഴി പോയി. അത് രണ്ടും ഈ രാജ്യത്ത് ആവശ്യമില്ല എന്നാണ് ജനങ്ങളുടെ സന്ദേശം. രണ്ടുപേരും ഇടങ്ങാറ് അനാവശ്യമായി ഉണ്ടാക്കിയ പ്രസ്ഥാനം, ആവശ്യമില്ലാത്ത ഉണ്ടാക്കിയ പ്രസ്ഥാനം. എനിക്ക് ചാൻസ് ഉള്ളത് ഈ 3ാം മുന്നണിയുടെ തലശ്ശേരി വെളിച്ചത്തിൽ കാന്തപുരത്തിനും രണ്ടായിരം കൂടി മുന്നണി ഉണ്ടാക്കാം അല്ലേ? സമസ്തക്കുള്ള ഇടതുപക്ഷ ഏകോപന ജമിയത്തുൽ മാലി അല്ലെങ്കിൽ ഇന്നൊരു ചാൻസ് ഉണ്ട്. കാന്തപുരത്തിനെ പോളിറ്റ് ബ്യൂറോയിൽ എടുക്കാം, പിണറായിയെ മുഷാവറിയിലോട്ട്. കാന്തപുരത്തിന് പോളിറ്റ് ബ്യൂറോയിൽ എടുക്കാൻ ഞാൻ പറയുന്നത് തമാശയല്ല. ഇവിടെ മന്ത്രി സുധാകരൻ പ്രസംഗിച്ചത് യേശു ക്രിസ്തു ഇപ്പോൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പറാക്കും. എന്നാൽ ജനറൽ സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അപ്പോൾ ഇനി കാന്തപുരത്തിന്റെ പാർട്ടി അത് മാത്രമേ ലക്ഷ്യമുള്ളൂ. കാന്തപുരത്തിന്റെ പ്രസ്ഥാനം എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത്? ആ ലക്ഷ്യങ്ങളെല്ലാം ഇതിനു മുമ്പ് തന്നെ തകർന്നടിച്ചിട്ടുണ്ട്. ഒന്നും ബാക്കിയില്ല. എന്തിനു വേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ ചില ന്യായങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നു. കാലചക്രത്തിന്റെ കറക്കത്തിൽ 20 വർഷത്തെ നമ്മുടെ പ്രയാണത്തിൽ അതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്നുപോലും അവരുടെ കയ്യിലില്ല. ഉണ്ട് എന്ന് വാദിച്ചാൽ അത് മുഴുവൻ തകർന്നു പോയിട്ടുണ്ട് എന്ന രേഖകൾ വെച്ചുകൊണ്ട് അത് മുഴുവൻ തകർന്നു പോയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. അതിന് അവരുടെ കൂടെ നേരിട്ടൊരു വേദിയിൽ ഏറ്റുമുട്ടാൻ പോലും നമ്മൾ തയ്യാറാണ്. ഉണ്ടെങ്കിൽ സംഘത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ലീഗിന്റെ കിട്ടി പോയില്ല എന്ന് മാത്രമല്ല, ഇവന്റെ അടപ്പൂരി പോയിട്ടുണ്ട്. കേട്ടില്ലേ? നശിച്ചു പോയി, ഒലിച്ചു പോയി, 2ാം സമസ്തയും ഒലിച്ചു പോയി. എന്തെല്ലാമാണ് പറയുന്നത്? വിറളി പിടിച്ച് നശിച്ചു പോയി എന്ന് പറയുന്നുണ്ട് വേറെ പ്രഭാഷണത്തില്. പിന്നെ ഏമ്പ്യന്മാർ, ശുംഭന്മാർ എന്ന് പറഞ്ഞിട്ട് സമസ്തയെ ഒന്നടക്കം അനാവശ്യം പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. എല്ലാം കൂടുതൽ വെക്കാൻ പറ്റുന്നത് മാത്രമാണ് വീഡിയോ, അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ആവും. അതുകൊണ്ട് കുറച്ച് വെക്കുന്നുള്ളൂ. ഇങ്ങനെ ഒലിച്ചു പോയി, സമസ്ത ഇല്ലാണ്ടായി പോയി. എന്തിനു വേണ്ടിയാണോ ഇറങ്ങിപ്പോയത് ആ ലക്ഷ്യങ്ങളെല്ലാം കൈവിട്ടു പോയി എന്ന് പറഞ്ഞ ഈ ചങ്ങാതി, അന്ന് പറഞ്ഞ ഈ ചങ്ങാതി ഇന്ന് പറയാണ് അസൂയ തോന്നുകയാണ്. കാന്തപുരത്തിന്റെ സമസ്തയുടെ റാലികളും യാത്രകളും കാണുമ്പോൾ നമുക്ക് തന്നെ അസൂയ തോന്നുകയാണ്. ഒരു മതസംഘടന ഇത്ര മാത്രം വലിയൊരു വിജയത്തിലേക്ക് എത്തുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ അസൂയ തോന്നുകയാണെന്ന് പറയുന്നത്. ഇയാൾ പറയാണ് ഇരു സമസ്തകളെയും നയിക്കാനുള്ള തന്റെ ഇടം ഇന്ന് കാന്തപുരത്തിനേ ഉള്ളൂ. അന്ന് ഇറങ്ങിപ്പോയത് ദൗർഭാഗ്യകരമാണെന്ന് പറയുന്നത്. അന്ന് പറഞ്ഞത് എന്താ? സമസ്ത 2ാം സമസ്ത AP വിഭാഗം ഒലിച്ചു പോയി, ഇല്ലാതായി, നശിച്ചു പോയിട്ടില്ല എന്ന് അവർ പറയുകയാണെങ്കിൽ അതിന് ആ സമസ്ത 2ാം സമസ്ത തകർന്നു പോയി എന്നുള്ളത് രേഖകൾ വെച്ച് സമർത്ഥിക്കാനും ഒരു വേദിയിൽ പരസ്യമായിട്ട് അടികൂടാനും ഞങ്ങൾ തയ്യാറാണെന്നാണ് കല്ലായിക്കാക്ക പറയുന്നത്. ആ കല്ലായിക്കാക്ക ഇന്ന് പറയുന്നത് ഒന്ന് കേട്ടു നോക്ക്. എന്താ പറയുന്നത് നോക്ക്. പറകാക്ക ജാതിയൊക്കെ നടത്തിയല്ലോ, 2 ജാഥ കഴിഞ്ഞു, ഗംഭീര ജാതി നടത്തി. നമ്മൾ സമ്മതിക്കണം അല്ലേ? തിരുവനന്തപുരത്തേക്ക് എന്താ ജനക്കൂട്ടം അസൂയ തോന്നും. കണ്ടാമൃഗത്തെ തോൽപ്പിക്കുന്ന തൊലിക്കെട്ടിയാണ്. കണ്ടാമൃഗം നിങ്ങളുടെ മുമ്പിൽ തൊപ്പിയിടും. ഞാൻ പറയുന്നു, കണ്ടാമൃഗത്തെ കണ്ടു കിട്ടിയാൽ അതിന്റെ കഴുത്തിൽ കമറുൽ ഉറവലുമ എന്ന് എഴുതിയിട്ട് ഒരു ബോർഡ് തൂക്കലാതല്ലോ ഈ കാലഘട്ടത്തിൽ.
അതിനെ തോൽപ്പിക്കാൻ ഈ പണ്ഡിത വേഷധാരികൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. വെല്ലുവിളിക്കാൻ തയ്യാറാണ്. കാന്തപുരം അടക്കം വന്നോളി, നിങ്ങൾ അടപ്പ് ഞാൻ ഉരുത്തരാം. അടപ്പ് ഞാൻ ഈ എ പി ഉസ്താദിന് പത്രക്കാർ കേരള ശബ്ദം ചോദിച്ചത് അല്ലേ, നിങ്ങൾ നെയ്യിൽ കൂടിയത്, നിങ്ങൾ ഇത്ര വലിയ ബുദ്ധിജീവിയൊക്കെ ആയിട്ട് നിങ്ങൾ നെയ്യിൽ കൂടിയത്. അയാൾ പറഞ്ഞു ഞാൻ ഇതിൽ കൂടിയത് നമ്മളെ ഈ എ പി ഉസ്താദിന് ഈ സ്ത്രീ പ്രശ്നത്തിന് എന്തോ ചെറിയ ഇറങ്ങിയിട്ടുണ്ട് തയ്യാറുണ്ട്, അതൊന്ന് പരിഹരിക്കാൻ. വിദ്യാഭ്യാസ രംഗത്ത് പോലെ ചിന്താക്കി ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്, എനിക്ക് പ്രശ്നത്തിൽ കൊണ്ട് പരിഹരിക്കും. അയാളെന്തോ പറഞ്ഞില്ല ഈ വനിതാ വിമോചക പ്രസ്ഥാനക്കാരൊക്കെ എ പിക്ക് എതിരാണ്. ഈ പെണ്ണുങ്ങൾ തന്റെ ആദ്യം ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ സ്ത്രീ സൂക്കേട് മാറ്റാൻ വേണ്ടി കയ്യിൽ കൂടിയത് എ പിനെ നന്നാക്കാനാണ് ഈ ചങ്ങായി എന്ന് പറഞ്ഞാൽ പിടിച്ചേക്കാട്ടി വെച്ചാണ് മാളത്തിനുള്ളത്. എ പിനെ നന്നാക്കാനാണ് ഈ ചങ്ങായി കൂടിയത്. ഈ രണ്ടാണിക്കാരൻ കഴിഞ്ഞപ്പോൾ ആ സർവീസ് കൊടുത്താൽ പറഞ്ഞ മാതിരി വൈക്കം മുഹമ്മദ് ബഷീർ 8 കാര്യം മുന്നിൽ വന്നല്ലോ. കോൺഗ്രസിനെതിരിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു ഗവൺമെന്റ് വന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഈ ചങ്ങായി സന്തോഷിക്കുന്നു. കാരണം കോൺഗ്രസിന് അനുകൂലമായ ഒരു ഭരണം വന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അയാൾ കോൺഗ്രസിനെതിരാണല്ലോ, കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിയാണല്ലോ പോരാടിയത്, കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടിയാണല്ലോ പോരായത്. ഈ എട്ടുകാരൻ മുന്നിൽ നിന്നായിരുന്നു വൈക്കം മുഹമ്മദ് പഴയ കാലത്ത് 8 കാര്യം മുന്നിലായിരുന്നു. ആദ്യം അഭീതമായി ഭർത്താവില്ലാത്ത സ്ത്രീകൾ ഗർഭിണിയായാൽ ഇയാൾ പറഞ്ഞു അങ്ങനെ പോയിട്ട് അതിനാണ് നമ്മളാണ്. അപ്പോൾ ആരും ഇങ്ങനെ ഭർത്താവ് പറഞ്ഞിട്ട് ഗർഭിണിയാണ് പറയുമ്പോൾ ഇയാൾ അവിടെ പോയിട്ട് പറഞ്ഞു ഞാൻ അതിനാണ്. മുമ്പ് ആനയായിരുന്നു, ഒരു ആന ഗർഭിണിയായി പറയുമ്പോൾ ഇയാൾ ഞാൻ അതിനാണ്. അതാണ് എട്ടുകാരും അതാണ് വൈക്കം മുഹമ്മദ് ഇയാൾ മൂന്നാണ് പ്രസംഗിച്ചു എന്ന സംഗതി കുട്ടിയില്ലല്ലോ. യഥാർത്ഥ സാക്ഷാൽ എട്ടുകാരി മുമ്പ് ഇപ്പോൾ ഉള്ളത് കാരന്തൂർ മർക്കസിലാണ്. കാരന്തൂർ മർക്കസിലാണ് എട്ടുകാരും സകലത്തിന്റെ ഉത്തരവാദിത്വം എല്ലാ വിജയം മൂപ്പിൽ. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ, സ്ഥാനാർത്ഥിയുടെ ചിഹ്നം പറയാതെ, സ്ഥാനാർത്ഥിനെ 2 സ്റ്റേജിൽ എത്തിയിട്ട് പറയാം ഞങ്ങൾക്ക് പറയാതെ തന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് തിരിയും. കുട്ടികൾക്ക് തിരിഞ്ഞ് ഇതിന്റെ കഥയും കഴിഞ്ഞ് കുട്ടികൾക്ക് തിരിഞ്ഞ് കഥ കഴിഞ്ഞിട്ടാണല്ലോ 10 വർഷത്തോളമായിട്ട് അവിടെ ഇരിക്കേണ്ടി വന്നത്. എന്തിനാണ് കല്ലായിക്കാക്ക, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയാൻ നിന്നത്? പറഞ്ഞ വാവിട്ട വാക്കും കൈവിട്ട ആയുധം തിരിച്ചെടുക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ 4 ആളെ മുന്നിൽ കാണുമ്പോൾ അങ്ങ് എന്തെങ്കിലും വിളിച്ചു പറയല്ല. ഇത്ര വയസ്സായി ഒന്നുമില്ലേ നിങ്ങൾക്ക്? ഒരു വല്യപ്പയല്ലോ, കുറച്ചൊക്കെ സംസാരത്തിലൊരു സഭ്യത വേണ്ടേ, ഒരു മാന്യത വേണ്ടേ? ഒരു മഹാപണ്ഡിതനെയല്ലേ നിങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് നിങ്ങൾക്ക് വിടുവേല ചെയ്തില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ആ ഒരു പണ്ഡിതനെ നിങ്ങൾ എത്രമാത്രം വേദനിപ്പിച്ചു, ആ ഒരു പ്രസ്ഥാനത്തെ നിങ്ങൾ എത്രമാത്രം വേട്ടയാടി. ഇതൊക്കെ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ. ഇനി നിങ്ങളുടെ പ്രവർത്തകർ, ഇത് നിങ്ങളുടെ നേതാക്കന്മാർ ഈ കോലത്തിലായി നിങ്ങളുടെ പ്രവർത്തകർ തെരുവിൽ എന്തെല്ലാം തെറി വിളിച്ചു. തെറി അഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടാമ്പുഴ തെറിയേക്കാൾ വലിയ തെറികളല്ലേ നിങ്ങൾ ആ മഹാപണ്ഡിതനെ, പേരോട് ഉസ്താദിനെ, കാന്തപുരം ഉസ്താദിനെ, കൂട്ടമ്പാറ ഉസ്താദിനെയൊക്കെ വിളിച്ചത്? എന്തിനാണ്? അതിന്റെ ഗതികേട് കൊണ്ട് 10 വർഷമായി ഓപ്പോസിറ്റ് ഇരിക്കുന്നത്. എന്നിട്ട് ഇപ്പോ വലിയ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, പ്രശംസനീയമാണ്. പക്ഷേ കാന്തപുരത്തിന് മാറ്റം വന്നു എന്ന് ഒരിക്കലും പറയരുത്. കാന്തപുരത്തിന് മാറ്റം ഖിയാമത്ത് നാൾ വരെ വരില്ല. ആ ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമസ്തയാണ്. അത് രാഷ്ട്രീയം പറയാനുള്ള പ്രസ്ഥാനമല്ല. അത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് പറയുക തന്നെ ചെയ്യും ലോക അവസാനം വരെ. ഇതൊക്കെയാണ് പൊന്നാര ഷാഫി സാഹിബ് നിങ്ങളുടെ നേതാക്കളുടെയും നിങ്ങളുടെ പ്രവർത്തകരുടെയും അവസ്ഥ. ഇങ്ങനെയൊക്കെ ആയിരുന്നു. തെരുവിൽ അണികൾ തെറിവിളിക്കും, സ്റ്റേജുകളിൽ നേതാക്കൾ തെറിവിളിക്കാനുള്ള ആഹ്വാനവും അവർക്കുള്ള മോട്ടിവേഷനും കൊടുക്കും. ഇങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ പോന്നിരുന്നത്. എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുണ്ട് ലീഗ്. മുസ്ലിം ലീഗ് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോ EK വിഭാഗം സംസ്ഥ നിങ്ങളോട് ഇടയാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ AP വിഭാഗത്തെ നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, നല്ല കാര്യമാണ്. ഇരു വിഭാഗത്തെയും നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ച് ഇരു വിഭാഗത്തിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. നിങ്ങൾ ഈ ഒരു മുജാഹിദ് വഹാബിസത്തെ മാത്രം താലോലിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇവിടെ സംസ്ഥ രൂപീകരിച്ചത് നിങ്ങളുടെ മുസ്ലിം ലീഗിനെ കണ്ടിട്ടല്ല ഒരിക്കലും സംസ്ഥ രൂപീകരിച്ചത്. പക്ഷെ മുസ്ലിം ലീഗ് 89 കാലഘട്ടങ്ങളിൽ സമസ്തയിൽ വല്ലാതെ നീരാളി പിടുത്തത്തിൽ മുസ്ലിം ലീഗിന്റെ കരാള ഹസ്തത്തിൽ അകപ്പെട്ട് വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ പ്രഖ്യാപിത നയങ്ങളൊക്കെ മറന്ന് പണ്ഡിതന്മാര് മുസ്ലിം ലീഗിന്റെ ആ ചതിക്കുഴിയിൽ, ആ വഹാബിസത്തിന്റെ ചതിക്കുഴിയിൽ വീണു പോയത് സമയത്താണ് കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന സംസ്ഥ ഇറങ്ങി പോരേണ്ടി വന്നത്. കാരണം അവർക്ക് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് ഉറച്ച ആശയത്തോടു കൂടി പറയണമായിരുന്നു.
ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയെയും കണ്ണിയത്ത് ഉസ്താദിനെയും നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ കൂടെ നിർത്തി. അവരൊക്കെ മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ്. അവരെയൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളെ കൂടെ നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞു. അത് നിങ്ങളുടെ ഒരു കുരുട്ട് ബുദ്ധി തന്നെയാണ്, അതിലൊന്നും സംശയമല്ല. എടാ, ഇത് മുസ്ലിം ലീഗ് ഉണ്ടാകുന്നതിനേക്കാളും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ പ്രസ്ഥാനമാണ് സമസ്ത. ആ സമസ്ത ഇവിടെ വഹാബിസം വന്ന സമയത്ത് വഹാബിസത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് രൂപം കൊടുത്ത ഒരു സംഗതിയാണ് സമസ്ത. ആ സമസ്തയെ മുജാഹിദുകൾക്ക് പ്രതിരോധിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തില് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയില് പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമായി പോയി ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകുമോ എന്ന ഒരു പേടിയിൽ എല്ലാവരും നിൽക്കുന്ന സമയത്താണ് മഹാത്മാഗാന്ധിയും മറ്റുള്ള നേതാക്കന്മാരും ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്ന് പ്രഖ്യാപിച്ചത്. ആ ഒരു മതേതര രാജ്യത്ത് മുസ്ലിമിന് ഒരു ഐഡന്റിറ്റി വേണം എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് ഇസ്മായിൽ സാഹിബ്, തമിഴ്നാട്ടുകാരനായ ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗിന് രൂപം നൽകി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും കാലങ്ങൾ കഴിഞ്ഞു പോയി. മുജാഹിദുകൾക്ക് ഇവിടെ ഒരു പിടിയും കിട്ടുന്നില്ല. മുജാഹിദുകൾ ആകെ വറളി പിടിച്ച് നടക്കുന്ന സമയത്താണ് ഇസ്മായിൽ സാഹിബിന്റെ മുസ്ലിം ലീഗിൽ നിന്ന് കേരളത്തിൽ തുടങ്ങേണ്ടായി. അല്ലാണ്ട് ഇത് മലപ്പുറംകാരൻ കുഞ്ഞാലിക്കുട്ടിയുടെ ലീഗല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ലീഗിന്റെ വാപ്പ കുഞ്ഞാലിക്കുട്ടിയാണ് എന്ന് വിചാരിക്കുന്നുണ്ടാവും, ഉമ്മ BMA സലാമാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അപ്പോ അങ്ങനെയാണ് മുസ്ലിം ലീഗ് കേരളത്തിൽ വന്നത്. മുജാഹിദുകൾ, KM മൗലിയുടെ നേതൃത്വത്തില് മുജാഹിദുകളാണ് ഇസ്മായിൽ സാഹിബിന്റെ മുസ്ലിം ലീഗിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ കോഴിക്കോട്ടെ വലിയ വ്യാപാരിയായിരുന്ന കേരള മുസ്ലിം ഉമ്മത്തിന്റെ പ്രതീകമായിരുന്ന ബാഫക്കി തങ്ങളെ നിങ്ങൾ ഐഡിയപരമായിട്ട് ഇതിൽ ചേർക്കരുത്. ആദ്യം മുസ്ലിം ലീഗിനോടും കോൺഗ്രസിനോടും എതിരായിരുന്നു ബാഫക്കി തങ്ങള്. ബാഫക്കി തങ്ങളുടെ കുടുംബക്കാരനായ ഒരു തങ്ങളായിരുന്നു കോൺഗ്രസിനെതിരാന്ന് മത്സരിച്ചിരുന്നത്. എന്നിട്ട് ആ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ബാഫക്കി തങ്ങളുടെ ബന്ധു വിജയിച്ചു. അതിൽ സജീവമായിട്ട് ബാഫക്കി തങ്ങളുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ ബാഫക്കി തങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ടുപോകുന്നത്, മുസ്ലിം ലീഗിന്റെ കണ്ടുപോകുന്നത്. അങ്ങനെ ബാഫക്കി തങ്ങളെ ഇതിൽ കൂട്ടിയാൽ നമുക്ക് മുസ്ലിം ഉമ്മത്തിന്റെ ഒരു പിടുത്തം നമുക്ക് കിട്ടും എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ ബാഫക്കി തങ്ങളെ കൂട്ടി. ബാഫക്കി തങ്ങൾ കൂടി. അങ്ങനെയാണ് മുസ്ലിം ലീഗ് എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് തങ്ങന്മാരുടെ കടന്നുവരവുണ്ടായത്. പിന്നീട് അതങ്ങനെ ആ നേതൃത്വത്തിൽ നിങ്ങൾ ബഹുഭൂരിപക്ഷം സുന്നികളെയും ബാഫക്കി തങ്ങൾ അംഗീകരിക്കുന്നവരായിരുന്നു. ബാഫക്കി തങ്ങൾ പറഞ്ഞ അതിലപ്പുറം വേറൊരു വർത്താനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിങ്ങൾ കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനമായ മുസ്ലിം ലീഗ് കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം സുന്നികളെയും അടക്കി വെച്ചു. സമസ്തയെ കയ്യോടെ ഇങ്ങ് വാങ്ങി. ചിന്തിക്കണം നിങ്ങൾ പോയിന്റ്. സമസ്ത ഉണ്ടായത് എന്തിനാണ്? മുജാഹിദ് വഹാബിസത്തെ എതിർക്കാനാണ്. പിന്നീട് സംഭവിച്ചെന്താണ്? ആ മുജാഹിദുകാര് ബുദ്ധിപരമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ആ രാഷ്ട്രീയ പാർട്ടിയുടെ താഴെയാക്കി സമസ്തയെ നിർത്തി. പിന്നെ അങ്ങോട്ട് വെച്ചടി മുജാഹിദ് പ്രസ്ഥാനങ്ങൾക്ക് കയറ്റമായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തെ ഇത്രമാത്രം വളർത്തിയത് മുസ്ലിം ലീഗ് അല്ലാതെ മറ്റൊരു പാർട്ടിയല്ല. അത് മുജാഹിദ് പ്രസ്ഥാനത്തിനെ വളർത്താൻ വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗ് ഇവിടെ ഉടലെടുത്തത്. ചരിത്രം നിങ്ങൾ പഠിക്കും. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ചരിത്രം പഠിക്കുക. എന്നിട്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞതാ. അങ്ങനെയാണ് മുജാഹിദ് വഹാബി ലീഗായ മുസ്ലിം ലീഗിന്റെ ആലയത്തിലേക്ക് സമസ്ത വന്നത്. സമസ്ത ഓട്ടോമാറ്റിക്കായിട്ട് പലർക്കും അറിയില്ല. ബാഫക്കി തങ്ങൾ ഇഷ്ടം വെക്കുന്നവരാണ്, സയ്യിദന്മാരെ ഇഷ്ടം വെക്കുന്നവരാണ് സുന്നികൾ. എന്നോട് പലരും ചോദിച്ചു, നിനക്കെന്താണ് പാണക്കാട് സ്നേഹം? ഞാൻ നാട്ടിൽ വരുമ്പോഴൊക്കെ പാണക്കാട് തങ്ങൾ സന്ദർശിക്കാറുണ്ട്, കൈ കൊടുക്കാറുണ്ട്, മുത്താറുണ്ട്, ബർക്കത്തിന് എന്തെങ്കിലും വാങ്ങാറുണ്ട്. പക്ഷെ നിങ്ങളുടെ ഈ കപട സ്നേഹം അന്നത്തെ മുജാഹിദ് വഹാബികൾ ഇന്നും ഇവിടെയുണ്ട്. അവരൊന്നും ബാഫക്കി തങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ പാണക്കാട് തങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ അല്ല ഈ സംസാരിക്കുന്നത്. ബാഫക്കി തങ്ങളും പാണക്കാട് തങ്ങന്മാരും മുസ്ലിം ലീഗിൽ ഉണ്ടെങ്കിലേ സുന്നികളതിൽ ഉണ്ടാവുള്ളൂ, എങ്കിലേ സുന്നികൾ അവിടെ പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ. ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികളും പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാ? ഈ തങ്ങന്മാർ അതിലുള്ളതുകൊണ്ടാ. മനസ്സിലാക്കണം കാര്യങ്ങൾ. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് നിങ്ങൾ കോൺഗ്രസിനോടൊപ്പം കൂടി വിജയിച്ചു. പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം തന്നില്ല. കോൺഗ്രസ് പറഞ്ഞു ലീഗ് ഒരു വർഗീയ പ്രസ്ഥാനമാണ്, അതുകൊണ്ട് ലീഗിന് മന്ത്രിസ്ഥാനം കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നിങ്ങൾക്കൊരു സ്പീക്കർ സ്ഥാനം തന്നു. അതിനുശേഷം നിങ്ങൾ കാലുമാറി അടുത്ത ഇലക്ഷൻ ആയപ്പോൾ CPM-ന്റെ കൂടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടി. അന്ന് നിങ്ങൾക്ക് കമ്മ്യൂണിസം ഹലാലായിരുന്നു, ഇപ്പോഴാണ് നിങ്ങൾക്ക് കമ്മ്യൂണിസം ഹറാമായത്. അങ്ങനെ ആദ്യമായിട്ട് 2 മന്ത്രിമാരെ തന്നത് EMS ആണ്. നിങ്ങളിപ്പോ പറയുന്നുണ്ടല്ലോ, സമസ്തയോട് പറയുന്നുണ്ടല്ലോ, നന്ദികേട് കാണിക്കരുത്. കല്ലത്തായി കാക്കാൻ 2 ദിവസം മുമ്പത്തെ പ്രസംഗമുണ്ട്, നന്ദികേട് കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നന്ദികേട് കാണിക്കരുത് നിങ്ങളും അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ. കാരണം നിങ്ങൾക്ക് ആദ്യമായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങളുടെ പാർട്ടിക്ക് 2 മന്ത്രിസ്ഥാനം തന്നത് EMS ആണ്.